ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചോറും മുട്ടയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ഇതിൻ്റെ സ്കിന്ന് കഴിക്കാനാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ ഇതിനകത്തുള്ള ഫില്ലിങ്സ് ആണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിനുള്ളിലേക്ക് വെക്കുന്ന ആ ഒരു ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 3 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി, 3 പച്ചമുളക്, 1 സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 1.25 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു മസാലപ്പൊടിയോട് കൂടിയിട്ടാണ് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. ഈ ഒരു മസാലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ വേവിച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ബാക്കി വന്നിട്ടുള്ള ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചൂട് ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതായിരുന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഏതരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല. ചോറെടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മിക്സ് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ഇളക്കി കൊടുക്കുന്നത്. ഈ ഒരു ഉപ്പ് കട്ടയായിട്ട് നിൽക്കേണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കുമ്പോൾ ഓയിലും ഉപ്പും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. മൈദപ്പൊടിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ അളവിൽ 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പോൾ ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ പൊടി ഇട്ട് കൊടുത്ത അതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഒരുപാട് നന്നായിട്ട് കുഴച്ചെടുക്കരുത്. ഇതിൻ്റെ മാവ് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചായിട്ടെടുത്ത് ബോൾസാക്കി മാറ്റാം. കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. എല്ലാ മാവിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു മസാലക്കൂട്ട് വെന്തെന്ന് നോക്കാം. ഇപ്പോൾ ഇതാ മസാലക്കൂട്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുട്ടയാണ്. പുഴുങ്ങിയ മുട്ട ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഹോളിലിട്ടിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിനായിട്ട് 5 കോഴിമുട്ട പുഴുങ്ങിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നേരം കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു മുട്ടയുടെ ആ ഒരു മണമൊക്കെ കിട്ടാനാണ്. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചാലാണ് ആ ഒരു മുട്ടയുടെ മസാലയുടെയൊക്കെ കറക്റ്റായിട്ടുള്ള വേവും അതുപോലെ നല്ലൊരു ടേസ്റ്റൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ടാവും ഇത് വേവാനായിട്ട് വെച്ചിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കുക. ഈ മാവ് പരത്തിയെടുക്കുമ്പോൾ ഈ ഒരു ബോർഡിനനുസരിച്ച് കുറച്ച് നീളത്തിലാണ് ഞാനിതിനെ പരത്തിയെടുക്കുന്നത്. ഒരെണ്ണം പരത്തിയെടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് അടുത്തത് ഒരെണ്ണം കൂടി പരത്തിയെടുക്കാം. ഇതുപോലെ 4 എണ്ണം പരത്തി മാറ്റണം. അങ്ങനെ ഞാനിവിടെ 4 എണ്ണം പരത്തി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഒരെണ്ണം ഇതുപോലെ ബോർഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി തൂവി കൊടുക്കണം. ഇങ്ങനെ ചെയ്ത ശേഷം വീണ്ടും അടുത്ത ഒരു മാവും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിലേക്കും കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത മാവ് ഇട്ട് കൊടുക്കുക. അങ്ങനെ 4 എണ്ണം നമ്മൾ ഇതേപോലെ തന്നെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 4ാമത്തെ മാവിലും ഞാൻ ഇതേപോലെ തന്നെ മുകളിൽ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്.
ഇതുപോലെ ചെയ്തെടുത്തിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പലഹാരത്തിൻ്റെ സ്കിന്നിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ലെയറായിട്ടിരിക്കും ഉള്ളിലൊക്കെ. ഇനി റോൾ ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു മാവ് അതിൻ്റെ ആ ഒരു ലെയർ ഭാഗം ഇതുപോലെ ഒന്ന് കയ്യിൽ പ്രസ് ചെയ്തെടുക്കുക. എല്ലാ മാവും അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് വേണം അതിനുള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ ഓരോന്നോരോന്നായി ഇതുപോലെ പ്രസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുക്കുക എന്ന് പറയുമ്പം ഒരുപാട് വലിപ്പത്തിൽ പരത്തണ്ട. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലേക്കൊന്ന് പരത്തിയെടുത്താൽ മതി. ഇനി വേണം ഇതിനുള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നേരെ മടക്കിയതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് പരത്താം. ആ ഒരു മസാല കറക്റ്റായിട്ട് നടുഭാഗത്ത് മാത്രമാവാതെ ഇതുപോലെ ഒന്ന് പരന്ന് കിട്ടാനാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ചെയ്തോളണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ ഇതിനകത്തുള്ള ആ ഒരു മസാല ഇതുപോലെ മുട്ട കൊണ്ട് തന്നെ വേണമെന്നില്ല. ചിക്കനോ മട്ടനോ ബീഫോ ഏതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ ഞാനിവിടെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ മാവ് പരത്തിയെടുത്ത ശേഷം അതിനുള്ളിലേക്ക് മസാല വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിനുള്ളിലുള്ള ആ ഒരു ഫില്ലിങ്സ് ഒന്നും പൊട്ടി പുറത്തോട്ട് പോകത്തില്ല. നല്ല കറക്റ്റ് ഷേപ്പിൽ ഒട്ടിയിരിക്കും അതിൻ്റെ വക്ക് ഭാഗം. ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാം ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. പുറം ഭാഗം അകം വേവേയില്ല. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതിന് മുകളിലേക്കൊന്ന് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗം കുറച്ചൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ഭാഗം പൊട്ടിപ്പോകത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കായാലും വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കായാലും കാണുമ്പോൾ ഒരു നല്ല കൗതുകമായിരിക്കും. അതുപോലെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാവും. ഇപ്പം ഞാനിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അധികം എണ്ണ കുടിക്കുകയില്ല, അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.